ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ശ്രുതി നബീൽ. അപ്പം ഇന്നൊരു പിറന്നാൾ സദ്യ ഉണ്ട് കേട്ടോ. ആരെയെന്നല്ല, നിധിയുടെയും ധോനിയുടെയും. അവരുടെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണേ. അപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആവാണ്. റെയിനുവിനെ ഞാൻ റെഡി ആവാനായിട്ട് വിളിച്ചപ്പം ഒടുക്കത്തെ ചാട പപ്പ വന്നിട്ട് ഡ്രസ്സ് ഇട്ട് തരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ നിന്നോട്ടെ, ഞാൻ റെഡി ആയി കേട്ടോ. ആ സമയം കൊണ്ട് എന്നെ ഈ നേരം വരെ അവൻ പിടിച്ചു വെച്ചേക്കായിരുന്നു കളിക്കാനും പിന്നെ ഒന്നും ചെയ്യാനും. അവൻ്റെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം റെഡി ആവാണേ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തുടങ്ങും, എന്താ ഇതുവരെ റെഡി ആയിട്ടില്ലെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോഴത്തേക്കിനും പപ്പ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ആൾക്ക് എപ്പോഴും കുട്ടി ട്രൗസറൊക്കെ ഇട്ടിട്ടാണല്ലോ പുറത്തോട്ടൊക്കെ പോകാറ്. അപ്പോൾ പാൻറ്റൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പപ്പയുടെ പോലെ ആയി എന്ന് പറഞ്ഞ് കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെനിക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ റെയിന് താഴെ കിടന്ന ഉരുളിലൊക്കെ ഉണ്ടായിരുന്നു. അവനെ അവിടെ താഴെ പില്ലൊടുത്തിട്ടിട്ട് അതുമല്ലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ കുറേയൊക്കെ ഫ്രീ ആണ് കേട്ടോ. കാരണം റെയിനുൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവൻ്റെ പപ്പ നോക്കിയോളും. ആദ്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ റെയിനു ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം, ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ നോക്കണം, എന്തുണ്ടെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെ വേണമായിരുന്നേ. പിന്നെ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. അതായത് അമ്മയുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. ചില സമയത്ത് ഞാൻ ഡൗൺ ആവാറുണ്ട്, ഫിസിക്കലി മെൻ്റലി ഒക്കെ. ആ ഒരു ടൈമിൽ എനിക്ക് ആൾ തന്നെയാണ് കേട്ടോ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സദ്യയുടെ ഒരു ക്രൈവിങ്സിനെ പറ്റി പറഞ്ഞപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വാഴയിലും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായേനേന്ന്. പക്ഷേ വാഴല ഇവിടെ നെസ്റ്റോലും ലുല്ലുലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാലും ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് തലേദിവസം പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. നെസ്റ്റോൽ ഉണ്ടായിരുന്നില്ല, ലുല്ലുവിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നെസ്റ്റോൽ വാഴല കിട്ടിയില്ലായിരുന്നു. അതായിരുന്നു സംഭവം. അപ്പോൾ ഇന്ന് അവിടെ വാഴലുണ്ടാവുമെന്ന് വിചാരിക്കാം, ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യ അധികം ആൾക്കാർക്കൊന്നും ഇല്ലായിരുന്നേ. നമുക്ക് കുറച്ച് 2-3 ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. അവർ ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യ അങ്ങനെ നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ട് മാത്രം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കിനൊക്കെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2:30 ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇറങ്ങണ്ടേ. പിന്നെ ഈ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പം നല്ല ചൂടാണ്. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ താഴത്ത് ഇറങ്ങി വന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഒന്ന് ഒരുങ്ങി വന്നതല്ല, അപ്പോൾ എന്തായാലും 1-2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഓണാണ്, കളിയും കാര്യങ്ങളായിട്ട്. റെയിന് പപ്പയുടെ ഒക്കത്ത് കയറിയിരിക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ, കുശുമ്പാണ്. മറ്റൊരു കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സദ്യയിൽ ഇല ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇലയിൽ എല്ലാതും വിളമ്പിയിട്ടുണ്ട്. എല്ലാ കറികളുണ്ട്, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. സാധാരണ ഇവരുടെ സദ്യയിൽ സാമ്പാറിന് ആദ്യം വിളമ്പുന്നത് മറ്റേ പരിപ്പ് കറിയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ സൈഡിൽ എൻ്റെ അറിവിലില്ല, പരിപ്പ് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് അവർ പരിപ്പ് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പരിപ്പ് ഒഴിവാക്കിയെന്ന്. അങ്ങനെ പരിപ്പ് പായസം കുടിച്ചു ഞങ്ങളത്. പിന്നെ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഉറക്കക്ഷീണമുണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ഭയങ്കര കട്ടലമ്പാണ് കേട്ടോ. പിള്ളേരല്ല, വലിയ ആൾക്കാർ. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കിനും റെയിനുവിന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കിനും അത് കൂടി. പിന്നെ അവന് മരുന്നൊക്കെ കൊടുത്ത് കിടത്തി. അവന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു, ചെറിയൊരു പനി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മരുന്ന് കൊടുക്കാനുള്ള ഒരു അങ്കംവെട്ടാണ് കേട്ടോ അത്. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു, ലവ് യു ഓൾ.